നമ്മുടെ അധ്യക്ഷൻ അതേപോലെ തന്നെ ഇവിടുത്തെ നഗരസഭയുടെ കൗൺസിൽ കൂടിയാണ് അദ്ദേഹം. സന്തോഷം. അതിലുപരി ഈ പരിപാടിയിലേക്ക് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എൻ്റെ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ് പ്രിയപ്പെട്ട കമറൂർ എന്ന കമറുദ്ദീൻ, കലാഭവൻ കമറുദ്ദീൻ. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ സുഹൃത്തെന്നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളൊക്കെ സ്വീകരണ മുറികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് ജിറ്റോ ബിഗ് ബോസിലെ. അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആർട്ടിഫിഷ്യൽ ഒന്നൊക്കെ ഉപയോഗിക്കാറ്. അദ്ദേഹത്തിന് വരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് അമ്മമാർ ഒരുപക്ഷെ ബിഗ് ബോസിനകത്ത് കൂടുതൽ കാണികളെ കിട്ടിയതും എനിക്ക് തോന്നുന്നത് ജിറ്റോയുടെയൊക്കെ ആ സമയങ്ങളിലാണ്, ആ സീസൺ, ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണ് എനിക്ക് തോന്നുന്നു. വലിയ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ജിറ്റോ. അതേപോലെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തിയുടെ റാഫി, കലാഭവൻ റാഫി, കുറ്റിപ്പുറം റാഫി. ഞാൻ കുടുംബമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ് പ്രിയപ്പെട്ട റാഫി. അതേപോലെ എൻ്റെ കുഞ്ഞനുജത്തി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥയും കലാകാരിയാണ്. ചെറിയ കലയല്ല, നിമിഷങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ചിത്രത്തെ ഒരു വലിയ ക്യാൻവാസിലേക്ക് പകർത്തുന്ന പ്രിയപ്പെട്ട സബൂർ ബീഗം. സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരിയാണ്. ദേശം തിരുവനന്തപുരമാണ്, എന്നിരുന്നാലും മലബാർ സ്പെഷ്യൽ പോലീസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പോലീസിൻ്റെ ഒരുപാട് ഹ്രസ്വ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുകയും നല്ല സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സബൂർ ബീഗം. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അഷ്റഫ് ക, സൂപ്പർ സ്റ്റുഡിയോ എന്ന പേര് കേട്ടാൽ അഷ്റഫ് ക ഓർക്കാത്തൊരു മനുഷ്യനും മലപ്പുറത്തിൻ്റെ മണ്ണിലില്ല. ഇതിഹാസങ്ങളായി കാലഘട്ടത്തിൻ്റെ അപ്രമാണികൾ നിറഞ്ഞു നിന്ന പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട അഷ്റഫ് ക. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ടൈറ്റാനിയത്തിൻ്റെ പ്രിയപ്പെട്ട അൻവർക്ക. അദ്ദേഹമൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു വാക്കിലൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതേയല്ല. അതേപോലെ വേദിയിൽ ഒരുപാട് പേര് വേദിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻഡോയുടെ സുഹൃത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ മേക്കപ്പ് ചെയ്യുന്ന എൻ്റെ ദേശക്കാർ കൂടിയായ പ്രിയപ്പെട്ട ജിൻഡോയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും. അതേപോലെ തന്നെ വേദിയിരിക്കുന്ന മറ്റു സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നമ്മുടെ നൗഷാദ് ഖാൻ, നല്ല രീതിയിൽ നൗഷാദ് ഖാൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൗജത്ത് വയനാട് കലാകാരി അടങ്ങുന്ന ഒരുപാട് പേര്, എല്ലാവരുടെ പേരുകളുണ്ട്. പ്രിയരെ, നമുക്കൊരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ അവരെ ആരെയും പരാമർശിക്കാൻ ചുരുക്കുകയാണ്. ഒന്നുമില്ല, ക്ലാസ് വർത്തമാനങ്ങളൊന്നുമില്ല. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം നമ്മുടെ സ്വാഗത പ്രഭാഷകൻ നൗഷാദ് ഖാൻ പറഞ്ഞു, ഈ പറയുന്ന പല ലോകരാജ്യങ്ങൾ 198 രാജ്യമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ഏറ്റവും ചെറിയ വത്തിക്കാൻ തുടങ്ങി ഏറ്റവും വലിയ റഷ്യ വരെ പരന്നു കിടക്കുന്ന ഈ 198 രാജ്യവും ഇന്ന് നേരിടുന്ന ദുരന്തം സത്യത്തിൽ എന്താണെന്നറിയാമോ? യുനെസ്കോയിൽ നടന്ന ലോകമഹാസമ്മേളനത്തിൽ ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് പട്ടിണിയോ അരാജകത്വമോ വംശീയ വിദ്വേഷമോ ജലദൗർലഭ്യമോ ഒന്നുമല്ല യഥാർത്ഥ പ്രശ്നം. 2 പ്രശ്നങ്ങളാണ് ഈ ലോകം മുഴുവൻ നേരിടുന്നത്. ഒന്ന് സൈബർ അഡിക്ഷനും മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷനും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സകലമാന പ്രശ്നങ്ങളും ഈ മഹാപ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പം നോക്കണം, സൈബറുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അതിൻ്റെ പിന്നിലാണ്. ഒളിപ്പോരുകൾ, രഹസ്യം ചോർത്തലുകൾ, ഒരു സൈബർ സാന്നിധ്യം അതിനകത്തുണ്ട്. ഇവിടെല്ലാം നമ്മുടെ നൗഷാദ് പറഞ്ഞ പോലെ കലയുടെ സാന്നിധ്യം കുറഞ്ഞ പലസ്തീൻ, ഇസ്രയേൽ, അഫ്ഗാൻ, ഈ ഉറുഗോ, ചെക്കസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളൊക്കെ കലയെ നെഞ്ചിലേറ്റാത്ത രാജ്യങ്ങളാണ്. കലയ്ക്ക് വിലക്കേർപ്പെടുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ എന്ന രാജ്യം ഇപ്പോൾ കലയെ സ്വീകരിച്ച് അറാംകോയിൽ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തതാണ്. അറാംകോ ഇപ്പം വിദേശ രാജ്യം ജപ്പാൻ, കൊറിയ, ഹംഗറി, സ്വീഡൻ പോലെ രാജ്യങ്ങളിലൊക്കെ തനത് കലാരൂപങ്ങളെ അറാംകോയുടെ മണ്ണിൽ കൊണ്ടുവന്ന് അവിടെ ഇംഗ്ലീഷ് നിർബന്ധമാക്കുന്ന ഇതിലേക്കൊക്കെ നല്ല ഡെഡിക്കേറ്റഡ് ആയ ഭരണാധികാരികൾ, സൗദിയിലെ ഭരണാധികാരികളൊക്കെ വന്നപ്പോൾ വളരെയധികം സ്ത്രീകൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ ജെൻഡർ ഇക്വേഷൻ കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് തൊഴിൽ കൊണ്ടുവന്നു, അവർ ഇത്ര ശതമാനം അവർ വേണമെന്നൊക്കെ പറയുന്ന വികസിതമായ ഒരു കൺസെപ്റ്റ് ലോകം ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് കനി കലാ കൂട്ടായ്മയുടെ 2025 ഈ കുടുംബസംഘം ഇവിടെ നയിക്കുന്നത്. പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ എനിക്കിന്ന് ആ കുഞ്ഞുമോൾ എനിക്ക് തന്നൊരു പൂവുണ്ട്. ഇവിടെ ഓരോരുത്തർക്കും പൂ തന്നു. ഈ പൂവ് ഞാൻ ഇങ്ങനെ സൗഹൃദം ഇങ്ങനെ നോക്കുകയായിരുന്നു. ഈ പൂവ് ഒരുപക്ഷെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വിരിഞ്ഞ പൂവല്ലത്. ഒരുപക്ഷെ ഇത് ഊട്ടിയുടെയോ അല്ലെ തൂത്തുക്കുടിയോ രാമേശ്വരത്തോ അല്ലെങ്കിൽ എല്ലാ മൈസൂരിലോ അവിടുത്തെ മണ്ണിൽ വിരിഞ്ഞ ചെടിയാണ്. കാരണം കേരളത്തിൻ്റെ മണ്ണിൽ ഒരുപക്ഷെ അവിടുത്തെ ഈ ചെടി, ഈ മുട്ടിട്ട ഈ പൂവിൻ്റെ ഒരു കമ്പ് വേണമെന്ന് നമ്മൾ പറഞ്ഞ് അത് വെട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കുഴിച്ചിട്ട ഇത്ര മനോഹരമായ ആ ചെടി വളർന്ന് എത്ര നല്ല പൂവിനെ സമ്മാനിക്കില്ല. കാരണം ഈ മണ്ണ്, ഇവിടുത്തെ കാലാവസ്ഥ ഈ ചെടിക്ക് അനുയോജ്യമല്ല. കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ഏത് ചെടിയിലും ഒട്ടും വിരിയും. കാലാവസ്ഥ എന്നത്
നമ്മൾ അനുയോജ്യമാക്കി കൊടുക്കേണ്ട സ്നേഹം, പരിചരണം, കരുതൽ, കാഴ്ചപ്പാടുകൾ, ചേർത്ത് പിടിക്കൽ എല്ലാം ഒരു ഫ്രെയിമിലേക്ക് എപ്പോഴാണ് എത്തുന്നത് അപ്പോഴാണ് കുടുംബമായാലും സൗഹൃദമായാലും ബന്ധമായാലും എല്ലാം ഒരു സുഖമായ യാത്രയിലേക്ക് അത് പരിഹസിക്കപ്പെടുക. പക്ഷെ പലതെല്ലാം പൊഴിഞ്ഞു പോകും, പലതെല്ലാം നിന്നു പോവുകയൊക്കെ ചെയ്യും. ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ആരാന്ന് ചോദിച്ചത് ഫിലിപ്പമ്പാടായ ഞാനാണ്. ഞാനിപ്പോൾ പറയും, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദനയും സങ്കടം ലഭിക്കുന്ന ആൾ ഞാനാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 80,000 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ഞാൻ 7 വർഷം കൂടെ സർവീസ് നിലനിൽക്കുകയാണ്. സർക്കാരിലേക്ക് രാജിക്കത്ത് എഴുതി കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ സ്വന്തം വലുത്. ഇപ്പോൾ ഒരു ദിവസം എൻ്റെ വരുമാനം ഒരു 1-1.5 ലക്ഷം രൂപ പെർ ഡേയിൽ എനിക്ക് വരുമാനമുണ്ട്, പെർ ഡേയിൽ. അപ്പോൾ ഞാൻ പറയാൻ കാരണം, എന്നോട് പലരും ചോദിച്ചു പോലീസിൻ്റെ അകത്ത് പുറത്ത് പോയി. അപ്പം നല്ല എമൗണ്ട് വാങ്ങി പ്രഭാഷണ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. കമറൂൻ എന്നെ കൊണ്ടുപോയതാണ്, സൗദിയിലും അതുപോലെ തന്നെ ദമാമിലും കൊണ്ടുപോയതാണ്. 50,000 പറഞ്ഞ് ആ കമറ് കൊണ്ടുപോകുന്നത്. തിരിച്ചു വരാൻ നേരത്തെ ഏകദേശം ഒരു 12 പോകലും ഞാൻ പങ്കെടുത്തു. എല്ലാ വേദികളിലും 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന് കമറ് പറഞ്ഞു. 1 ലക്ഷം വെച്ചാൽ വാങ്ങി. എനിക്ക് മടിയൊന്നുമില്ല, പറയാൻ മടിയൊന്നുമില്ല. ഞാനത് പറഞ്ഞു വരുന്നതിനെ ചോദിച്ചാൽ പലരും എന്നെ അടുത്ത് പരിഹസിച്ച് പോലീസിന് VRS എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുകയാണ്, നല്ല വരുമാനം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊരു ഇന്നോവ പുതിയ വണ്ടിയൊക്കെ വാങ്ങി 40 ലക്ഷം രൂപയുടെ. ഡ്രൈവർക്ക് 30,000 കൊടുക്കണം, എഡിറ്റർക്ക് 15,000 കൊടുക്കണം. അപ്പോൾ എന്നോട് എല്ലാവരും കാണുന്നവരൊക്കെ പറഞ്ഞു പോലീസ് പണിയൊക്കെ ഒഴിവാക്കി അതാകും ഇൻവെസ്റ്റ് ചെയ്യണം, ബോഡി എസ്കോർട്ട് പോകണം, ഡ്യൂട്ടിക്ക് പോകണം, എല്ലാ ഡ്യൂട്ടിക്കും പോകണം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവൻ കുറച്ച് നല്ല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കളിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ പറയാം, ഇവിടെ ഷിൻഡോ സംസാരിച്ചപ്പോൾ അദ്ദേഹം എറണാകുളം ജില്ലയിൽ ഏകദേശം 9 ഏക്കർ സ്ഥലം വാങ്ങിയെന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ നിമിഷം തന്നെ ഷിൻഡോയോട് സംസാരിക്കുക. ആ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ. അദ്ദേഹം അതിൻ്റെ വിചിത്രങ്ങളൊക്കെ മൊബൈലിൽ കാണിച്ചു തരാം, എനിക്ക് സബൂറയ്ക്കും കാണിച്ചു തരാം. കാര്യം എന്താണെന്നറിയോ, അദ്ദേഹത്തെ ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ പൂർത്തീകരണമാണ് അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റോടെ ലക്ഷ്യം. അദ്ദേഹം പറയുന്നത് ഇന്ത്യ വേൾഡ് കപ്പ് നേടണമെന്ന ഒരു തോട്ട് അദ്ദേഹത്തിനുള്ളിൽ കിടക്കുന്നുണ്ട്. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, ഒരു കലാകാരൻ്റെ തോട്ടാണ്. അത് അങ്ങനെയുള്ളവരത് ചിന്തിച്ച് അതിനെ ബിലീവ് ചെയ്താൽ അത്തരത്തിൽ ആളുകൾ അദ്ദേഹത്തിലേക്ക് ഒഴുകിയെത്തും. അതിനെ സ്വപ്ന സാക്ഷാത്കാരം നടത്താൻ പറ്റും. ആ സ്വപ്ന സാക്ഷാത്കാരം പൂർത്തീകരണം ഇപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയാം, ഞാൻ മൈക്ക് ലൈവിൽ ഓപ്പണായിട്ട് പറയുകയാണ്. ഏകദേശം ഒരു ചാരിറ്റിയും ഇല്ലാതെ 2,64,00,000 രൂപ ഫിലിപ്പമ്പാടും മകേഷ് ചിത്രം എന്ന് പറയുന്ന ഞങ്ങൾ 2 പേരുടെ പേരിൽ മഞ്ചേരി സ്റ്റേറ്റ് ബാങ്കിലുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ TDR അടച്ചാണ്, ടാക്സ് അടച്ച വ്യക്തിയാണ്. ഞാൻ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ പോയാൽ നമ്മളെ റാഫിക്കും അറിയാം, ഏകദേശം ഒരു വേദി 40,000 വാങ്ങും. ഇപ്പോൾ എനിക്ക് മണ്ണാർക്കാട് പ്രോഗ്രാം ഉണ്ട് 4 മണിക്ക്. വൈകുന്നേരം സുല്ലുമസല കോളേജിലേക്ക് പരിപാടിയുണ്ട് രാത്രി B.Ed അധ്യാപകർക്ക്. അവിടെയും ഞാൻ 25,000 വാങ്ങി. ഞാൻ 50,000 പോക്കറ്റ് ഇട്ട് ഒരു ടാറ്റയും കൊടുത്ത് പോകും, ഞാൻ പോകും. ഇങ്ങനെ വാങ്ങിയ പൈസകൾ ഞാൻ പല വേദിയിലും പോകുമ്പോൾ കാണാറുണ്ട്. ഈ പറയുന്ന ഈ ക്രൈസ്തവ മതപണ്ഡിതർ, അതുപോലെ തന്നെ മുസ്ലിം മതപണ്ഡിതർ പലരും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ, റാഫി എടുത്ത് കൊടുക്കരുത്. അപ്പോൾ പലരും ക്ലാസ്സൊക്കെ എടുക്കാൻ വരുമ്പോൾ ഏകദേശം 10,000-50,000 ഒക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ജ്യൂസും വണ്ടിപ്പരിപ്പൊക്കെ കഴിച്ച് ഈ പൈസയായിട്ട് നേരെ പോകുന്നത് വീട്ടിലിട്ടാണ് പോണേ. അപ്പോൾ എനിക്ക് മരീഷ് മോദി എന്തുകൊണ്ട് എൻ്റെ വായന, ഞാനത് വായിക്കുന്ന വ്യക്തി, വായന എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ, വായനയുടെ പദസമ്പത്തിനെ ബിസിനസ് ചെയ്തുകൂടാം. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് പോലീസ് ഇറങ്ങിയപ്പോൾ അത് കയറി ഏകദേശം 6 ലക്ഷം പേര് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷമാണ്. ഇപ്പം ഒരു 1.5 ലക്ഷം രൂപ മോണിറ്റേഷൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രതിമാസം 1,60,000 മോണിറ്റേഷൻ ഫണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ മോണിറ്റേഷനും ഈ ക്ലാസ്സുകളുടെയൊക്കെ പൈസ സ്വരൂപിച്ച പൈസയാണ് ഏകദേശം ഈ 3 CR അടുത്തേക്ക് എത്തുകയാണ്. അതെന്തിനാ ചോദിച്ചാൽ 2027 എൻ്റെ അമ്മ മേരിക്കുട്ടിയുടെ പേരിൽ മലപ്പുറം ജില്ലയിൽ തീർത്തും സൗജന്യമായിട്ട് ഒരു അഡിക്ഷൻ സെൻറ്റർ ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ സ്വപ്നമാണ്. അതിന് നിങ്ങളൊക്കെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം. ഇന്ന് ഞാൻ കമറൂനോട് പറഞ്ഞിരുന്നു, ഇവിടെ വന്നപ്പോൾ കമറൂനോട് പറഞ്ഞു ഫിലിപ്പേട്ട നിങ്ങൾ വരില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്, എനിക്ക് ഡ്രൈവർ ഉണ്ട്, എൻ്റെ PA ഉണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്, പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞപ്പോൾ കമറൂന് സംശയം, എനിക്ക് പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ കമറൂനോട് പറഞ്ഞു, കമറു നീ ഗൾഫിൽ എന്നെ കൊണ്ടുപോകലല്ല, നിന്റെ പരിപാടിക്ക്, അനിയുടെ പരിപാടിക്ക്, കോട്ടക്കുന്ന് DTPC ഹാളിലെ കലാകാരന്മാരുടെ പരിപാടിക്ക് നീ ഒരു നാരങ്ങ വെള്ളം പോലും എനിക്ക് തരണ്ടടാ, ഞാൻ വരുമെന്ന് പറഞ്ഞു. വലിയ സന്തോഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സുന്ദര നിമിഷം ഞാൻ മറക്കൂല. ദ പ്രസന്റ് മൊമെന്റ് ഓഫ് ഇൻഡെബിറ്റബിൾ ഐ തിങ്ക്. സോ എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ അവിടെ പൈസ കൊടുത്തില്ലോ നിങ്ങൾ ചോദിക്കും അല്ലേ? ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. സർക്കാർ സ്കൂളുകൾക്കും SPC NSS ഒന്നും ഞാൻ ഒരു പൈസ പോലും വാങ്ങാറില്ല. ഞാൻ ഗിഫ്റ്റ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. ഈ മതപരമായിട്ടും മഹലുകൾ, പള്ളികളൊക്കെ നല്ല പൈസ ആയിട്ട് വാങ്ങാറുണ്ട്. നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ്. 54 ലാപ്ടോപ്പ് ഞാൻ അതിനെ കൊടുത്തു കഴിഞ്ഞു. പോലീസിൻ്റെ ഫ്രെയിം മോശപ്പെട്ടുകൊണ്ടല്ല ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഭയങ്കര വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു പോലീസിൽ. ഞാൻ വല്ല വിമിഷ്ടം അനുഭവിക്കുന്നുണ്ടായിരുന്നു. കാരണം പോലീസ് എന്നെ ദ്രോഹിക്കുകയല്ല, പോലീസിന് ഡ്യൂട്ടി കൂടിയതുകൊണ്ടൊന്നുമല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പോലീസിൽ ജോലി കിട്ടിയപ്പോൾ പൊട്ടിക്കരഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. കോയമ്പത്തൂർ മൂത്രപ്പരയ്ക്കകത്ത് കയറി ആർത്ത് കരഞ്ഞ്. കാര്യം എനിക്ക് പോലീസ് ജോലി കിട്ടാൻ കാരണം എൻ്റെ അമ്മയാണ്. കാരണം 10ാം ക്ലാസ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ നാട് വിട്ടുപോയി.
കോയമ്പത്തൂരും ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും എല്ലാവിധ ദുശീലങ്ങൾക്കും അടിമപ്പെട്ട എൻ്റെ ബാല്യ കൗമാര കാലഘട്ടം. അവിടെ ഒരു കോൺക്രീറ്റ് ബെഞ്ചിൻ്റെ അടിയിലൊക്കെ ഒരു പത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കിടക്കാമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ബാല്യം 14 വയസ്സ്. 14 വയസ്സുള്ള ഞാൻ നോക്കിക്കാണുമ്പോൾ എൻ്റെ സമപ്രായമുള്ള കുട്ടികൾ മാതാപിതാക്കളുടെ കൈകളിലൊക്കെ പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ആ സ്നേഹവായ്പകൾ കണ്ട് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ഞാൻ. റെയിൽവേ പോലീസ് കാണാതെ എങ്ങനെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കാമെന്നും എങ്ങനെ ഭക്ഷണം മിച്ചമുണ്ടോ എന്ന് ചോദിച്ച് അത് വാങ്ങി കഴിച്ച് പട്ടിണി മാറ്റാമെന്നൊക്കെ പഠിച്ച 14-15 വയസ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ലഹരിയുടെ മഹാദുരന്തങ്ങളിൽ പോയത് ഇപ്പോഴും എൻ്റെ ശരീരത്ത് 40ഓളം മുറി അടയാളങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ പല മേഖലകളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ ഏറ്റുവാങ്ങിയ ഒരിക്കലും മായാത്ത ചില മുറിപ്പാടുകളാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അമ്മയുടെ ചില ഓർമ്മകൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മയുടെ സ്നേഹവായ്പകളും പ്രാർത്ഥനയും ആവാം. 10ാം ക്ലാസ് തുടർ പഠനം, അങ്ങനെ ഗവൺമെൻറ് ഐറ്റി അരീക്കോൾ ഫിറ്റർ, പിന്നെ കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അവിടെ വെച്ച് പത്രത്തിലൊക്കെ വാർത്ത വന്നു. നിങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യം കൂടിയാണ്. വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന മഴവിൽ മനോരമ റിയാലിറ്റി ഷോയിലെ ഒരു ഫൈനൽ കണ്ടസ്റ്റൻസാണ് ഞാൻ. അതിനകത്ത് ആ ഷോയിൽ ഞാൻ പറയുന്നുണ്ട്, അവിടെ വെച്ചിട്ട് കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിൽ സഹവിദ്യാർത്ഥികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചതിന് മലപ്പുറം ജില്ലയിലെ 2 വിദ്യാർത്ഥികളെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്തു. അതിലൊരു ഹതഭാഗ്യം ഞാനായിരുന്നു. ശേഷം കോയമ്പത്തൂർ, പിന്നെ PSC എക്സാം. പെങ്ങൾ പറഞ്ഞു, നീ കൊടുക്കണം, നീ ജോലി കിട്ടിയാൽ നാട്ടിലോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ നീ വന്നാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, അപ്പനും അമ്മയും നീ ഇങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ. അങ്ങനെ ഈ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ എൻ്റെ പെങ്ങൾ പറഞ്ഞു, വളാഞ്ചേരി സ്കൂളിലാണ് നിനക്ക് എക്സാം, PSC എക്സാം, വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഓർമ്മയുണ്ട്, രാത്രി 12 മണിക്ക് ഞാൻ വന്നത് ഓർമ്മയുണ്ട്. അത് വലിയ ബോധത്തിലൊന്നുമല്ല. ഇളകുന്ന 2 ബെഞ്ച് പിടിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ആരോ വന്നിട്ട് തട്ടി ഇങ്ങനെ പരീക്ഷയ്ക്ക് വന്നോളം ചോദിച്ചു. ഓടിപ്പോയി മുഖം കഴുകി തിരിച്ചു വന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് നോക്കിയിട്ടില്ല. നെഞ്ചത്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ 540 ഒഴിവുണ്ട്, ഇതിനകത്ത് PSC നടത്തിയ പരീക്ഷയിൽ എൻ്റെ പേര് വന്നാൽ, എനിക്ക് റാങ്ക് ലിസ്റ്റ് പേര് വന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു കുഞ്ഞ് മുട്ടുകമ്മൽ വാങ്ങും സ്വർണത്തിൻ്റെ. ഇതായിരുന്നു പ്രാർത്ഥന. നേരെ കോയമ്പത്തൂരിലേക്ക് പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റ് പേര് വന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ 3 മാസം സ്റ്റൈഫൻഡ് വാങ്ങിയ അമ്മയ്ക്ക് വാങ്ങിയ മുട്ടുകമ്മൽ ഇപ്പോഴും എൻ്റെ അമ്മയുടെ കാതിലുണ്ട്. ആ ഓർമ്മ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങളോടും എൻ്റെ അഭ്യർത്ഥന, അമ്മമാർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഉരുകി പ്രാർത്ഥിച്ച് ചെയ്താൽ നടക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, അത്രമേൽ എൻ്റെ റാങ്ക് ലിസ്റ്റ് പേരുണ്ടെന്ന് പെങ്ങൾ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ ബാത്റൂം പോയി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം അത്രമേൽ ആഗ്രഹിച്ച് ജീവിച്ച ഒരു സാഹചര്യത്തിൽ നിന്നാണ് എൻ്റെ ജോലി ഞാൻ രാജിവെച്ച് സാമ്പത്തിക ലാഭം കൊണ്ട് ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. അൾട്ടിമേറ്റായിട്ട് എൻ്റെ പിന്നിൽ ഒരു സതുദ്ദേശമുണ്ട് എന്ന് മാത്രം പറയാനാണ് ഞാൻ ഇത്ര വാക്കുകൾ കുറച്ച് കടമെടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം സന്തോഷവും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. കന്നി കലാകൂട്ടായ്മ ഇനിയും ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കട്ടെ. മറ്റെവിടെയും ഇത്രയും വലിയ കൂട്ടായ്മ കാണാൻ എനിക്ക് പറ്റും തോന്നുന്നില്ല. എല്ലാ കലാകാരന്മാരും അവിടെ ഒപ്പനയും പാട്ടും ഒക്കെ അവിടെ നടക്കാനുണ്ട്. ഏറെ ബോധമുള്ളവർ തന്നെ ഈ സംസാരത്തിന് വലിയ പ്രായോഗികമില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മളെവിടെ, ഞാൻ വന്നപ്പോൾ എനിക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന ആ എയർക്രാഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ഓർത്തപ്പോൾ ഞാൻ ഇന്നലെ വായിച്ചു. ഞാൻ വായിക്കപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ചൗഹാനെക്കുറിച്ച് ഞാൻ വായിച്ചു. അത് പറഞ്ഞ വിശ്വാസിനെ കുറിച്ചും. വിശ്വാസ് ഒരു പാതി ബ്രിട്ടീഷ് പൗരത്വമുള്ള വ്യക്തിയാണ്, 40 വയസ്സുകാരൻ. അദ്ദേഹം 600 അടി ഉയരത്തിൽ നിന്നാണ് അദ്ദേഹം നിലത്തിലേക്ക് പതിക്കുന്നത്. ഈ അഗ്നിപർവ്വതമൊക്കെ പൊട്ടുമ്പോൾ 1800 ഡിഗ്രി സെൽഷ്യസിൽ ചൂടുണ്ടാവും. ഈ ചൂട് ഉരുകി വരുന്ന വഴിക്കുള്ള പാർശ്വങ്ങളിലുള്ള സകലമാന വസ്തുക്കളും ജീവനുള്ളതും ഇല്ലാത്തതുമെല്ലാം ഉരുക്കി പൊടിച്ച് കളയും. അത് 1800 ഡിഗ്രിയാണ്. ഏകദേശം 150 മീറ്റർ അടുത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഈ വിമാന ദുരന്തം നടന്നപ്പോൾ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ 1,20,000 ലിറ്റർ ഹൈ എക്സ്പ്ലോസീവായ അതിനകത്ത് ഇന്ധനം ഉണ്ടായിരുന്നു. ഈ ഇന്ധനം ബ്ലാസ്റ്റ് ചെയ്ത സമയത്തുണ്ടായ ചൂട് പറയുന്നത് ഒരു 1300 ഡിഗ്രി ചൂടുണ്ടായിരുന്ന പറയണത്. ഈ 1300 ഡിഗ്രി ചൂടിലാണ് 9 ഇഞ്ച് കനമുള്ള കോൺക്രീറ്റുകളെല്ലാം പൊടിഞ്ഞു പോയി. എല്ലാ സാധനങ്ങളും മരങ്ങളൊക്കെ ഇങ്ങോട്ട് വളഞ്ഞ് താന്നുപോയി എന്ന് പറയുന്നുണ്ട്. ആ 242 പേരിൽ ഒരുവൻ നടന്നു വരുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. വിശ്വാസ് എന്ന് പറയുന്ന ഒരു അതിസാഹസികമായ ഭാഗ്യം ചെയ്തൊരു മനുഷ്യൻ 11A എന്ന എക്കണോമിക് സീറ്റിൽ നിന്ന് അദ്ദേഹം ക്രാഷ് ചെയ്ത് പൊട്ടി വീണ് നിലത്ത് നടന്നു വരുമ്പോൾ രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല, തോള് ഇട്ടിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഭൂമി ചൗഹാൻ എന്ന് പറയുന്ന 28 വയസ്സുകാരിയായ അഹമ്മദാബാദ് സ്വദേശി പെൺകുട്ടി അഹമ്മദാബാദ് ട്രാഫിക്കിൽ കുടുങ്ങി എയർ ഇന്ത്യയുമായി വന്ന് 12:10 ചെക്ക് ഇൻ ചെയ്യേണ്ടവള് വളരെയധികം പ്രശ്നം ഉണ്ടാക്കി. എന്നെ കേട്ടിട്ടില്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ എയർ ഇന്ത്യയുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കും, നിങ്ങൾക്ക് അത് നിങ്ങളുടെ മാനത നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞിട്ടും എയർ ഇന്ത്യ അവളെ അകത്തേക്ക് കയറ്റിയില്ല. അവൾ സോഷ്യൽ മീഡിയക്കകത്തേക്ക് എയർ ഇന്ത്യയെക്കുറിച്ച് 2 വാക്ക് ടൈപ്പ് ചെയ്ത് ടാഗ് ചെയ്ത സമയത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ അവിടെ ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. എയർ ഇന്ത്യയുടെ 711ാമത് ഈ ലണ്ടനിലേക്ക് പോയ ഫ്ലൈറ്റ് BH മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിട സമുച്ചയത്തിൽ
തകർന്നു വീണു 30 സെക്കൻഡ് കൊണ്ട് ടേക്ക് ഓഫ് ചെയ്ത് തകർന്നു വീണ് സകലരും മരിച്ചു, ഒരാൾ രക്ഷപ്പെട്ടു. അപ്പം ഇങ്ങനെയാണ് ചില ഭാഗ്യങ്ങൾ, ഇങ്ങനെയാണ് ചില നഷ്ടങ്ങൾ, ഇങ്ങനെയാണ് ചിന്തകൾ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സമയം വൈകിയാൽ അത് ഭാഗ്യമാകാം, ചിലപ്പോൾ നമ്മളൊന്ന് വൈകി വീട്ടിലെത്തിയാൽ അത് ഭാഗ്യമാകാം, ചിലപ്പോൾ നേരത്തെ വീട്ടിലെത്തിയാൽ ഭാഗ്യമാകാം, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകിയാൽ അതൊരു ഭാഗ്യമാകാം, ചിലപ്പം നമ്മളൊന്ന് മഴ നനഞ്ഞാൽ അതൊരു ഭാഗ്യമാകാം, ചിലപ്പോൾ ഒരു ബസ് കിട്ടിയില്ലെങ്കിൽ ഭാഗ്യമാകാം. അങ്ങനെ നഷ്ടപ്പെടലുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടെങ്കിൽ ഭാഗ്യമാകാം. നിങ്ങളെ കരുതിയവർ, സ്നേഹിച്ചവർ നിങ്ങളുടെ അടുത്ത് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു ഭാഗ്യമാകാം. ഇത് ഞാൻ ഉദ്ദേശിച്ചത്, ടിൻ്റെ ഉദ്ദേശിച്ചാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹം ഏറ്റവും നല്ല ഒരു മാനസികാവസ്ഥയുള്ളൊരു വ്യക്തി, ചെറുപ്പക്കാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് സങ്കടങ്ങൾ അതിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് ജനുവനായി ഏഷ്യാനൊക്കെ തോന്നിയത് കൊണ്ടുമാണ് ആ ഷോയിലൊക്കെ അദ്ദേഹം വിൻ ചെയ്തത്. കാരണം ഇപ്പോഴും അദ്ദേഹം സങ്കടം അനുഭവിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തെ എല്ലാ ഭൗതിക ഫിനാൻഷ്യൽ സാഹചര്യങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹം ഒരു സങ്കടത്തിൻ്റെ ആൾ തന്നെയാണ്. എന്ന് പറയുന്ന പോലെ സന്തോഷവും സങ്കടവും സമ്മിശ്രമാണ്. അതിനെ നേരിടാൻ, കാണാൻ കനി കലാകൂട്ടായ്മയിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക. തന്ന പൂവുമായിട്ട് ഞാൻ 2 മിനിറ്റ് ഞാൻ ഇറങ്ങിപ്പോവും, വേറെ പരിപാടി ഉള്ളതുകൊണ്ട്. എല്ലാവർക്കും ഫിലിപ്പ് മാഡിൻ്റെ നന്ദി, സ്നേഹം. താങ്ക് യു വെരി മച്ച്. മനസ്സിൽ കുറിച്ച വാക്കുകൾക്ക് നന്ദി സർ. കനി കലാകൂട്ടായ്മ തൻ്റേതായിട്ടുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒത്തിരി വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. തങ്ങളുടേതായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 2-3 പേരെ ഈ സദസ്സിൽ വെച്ച് മുഖ്യാതിഥികൾ ആദരിക്കുന്നു. ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങുന്നത് സഫിയ നിലമ്പൂരാണ്. നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഒരു ചിരി ബമ്പർ ചിരിയിലൂടെ ഇനി ജീവിതകാലം മുഴുവൻ ചിരിയിലൂടെ നമ്മളോടൊപ്പം നിലനിൽക്കുന്ന ശ്രീമതി സഫിയ നിലമ്പൂർ, മലപ്പുറത്തിൻ്റെ ഉയർന്നു വരുന്ന ഒരു കലാകാരി, മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവർക്ക് കനി കലാ കൂട്ടായ്മയുടെ ആദരവ് നൽകുന്നതിനായി ഫിലിപ്പ് മമ്പാട് അവരുകളെ ക്ഷണിക്കുന്നു. ശ്രീ ഫിലിപ്പ് മമ്പാട് അവരുകളെ ക്ഷണിക്കുന്നു. സഫിയ നിലമ്പൂരിന് കനി കലാ കൂട്ടായ്മയുടെ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഒരു സ്നേഹാദരം, അഭിനന്ദനങ്ങൾ അഭിമാനപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. കനി കുടുംബത്തിലെ ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു പേരാണ് ഗീത ടീച്ചർ എന്നുള്ളത്. കനി കുടുംബത്തെ എന്നും പ്രഭാത സന്ദേശങ്ങളിലൂടെ ഉറക്കമുണർത്തുന്ന ഗീത ടീച്ചർ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഉണർത്തുപാട്ട് ഇനിയും തുടരട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗീത ടീച്ചർക്ക് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം, കനി കൂട്ടായ്മയുടെ ഈ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഇടവേള റാഫിയെ ക്ഷണിക്കുന്നു. ഇടവേള റാഫി പ്ലീസ്. ഒരു എഴുത്തുകാരിയാണ്, കലാകാരിയാണ്, ഒരു കവിയത്രിയാണ്. നന്ദി, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഇനിയുള്ള നാളുകളിൽ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ടീച്ചർ. അൻവർ ടൈറ്റാനിയം കനി കലാകൂട്ടായ്മ കുടുംബത്തിൽ ഒരു മുഖവര ആവശ്യമില്ലാത്ത വ്യക്തിത്വം. ശ്രീ അൻവർ ടൈറ്റാനിയം അവരുടെ ആദരിക്കുന്നതിനായി കനി കലാകൂട്ടായ്മയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നത് മുഖ്യാതിഥി ശ്രീ ജിൻഡോ അവർ. ശ്രീ ജിൻഡോ അവരിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഞങ്ങളുടെ കാരണവർ അൻവർ ടൈറ്റാനിയം അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. ഏതാനും വരികളിൽ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇൻഫ്ലുവൻസർ പോലീസ് ഉദ്യോഗസ്ഥ ശ്രീമതി സമൂറ ബിഗത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വിശപ്പിന്റെ വിളിയും അല്ലെ പ്രോഗ്രാം കാണാനുള്ള ഒരു ആഗ്രഹമായിട്ട് ഇരിക്കാമെന്ന് അറിയാവുന്ന വാക്കുകളൊക്കെ ചുരുക്കി പറയുന്നു. പിന്നെ എനിക്ക് കുറെ നാളുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് തവണ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ഞാൻ ഫിലിപ്പ് സാറിനെ കണ്ടിട്ടുണ്ട്. അധികം സംസാരിക്കാൻ പറ്റില്ല, ഹായ് ഹൂയി പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനും സംസാരിക്കാനൊക്കെ പറ്റി ഈ വേദിയിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ ഈ സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ ജിൻഡോയുടെ പ്രോഗ്രാം നമ്മളെല്ലാവരും കണ്ട് ജിൻഡോ ജയിക്കണമെന്ന് ആഗ്രഹിച്ചാണ്. ഒരു പേഴ്സണാലിറ്റി കൊണ്ടാണ് അത്. എനിക്കും അത് അയാളുടെ പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ വേദിയിൽ നേരത്തെ കുറച്ച് പേര് സൂചിപ്പിച്ചതുപോലെ ഞാൻ വൈറലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വേദിയിൽ ഞാൻ ഒരാളെ സ്മരിക്കുന്നു. നിങ്ങൾക്ക് അറിയാമോന്ന് അറിയില്ല, സാലി, മലപ്പുറത്തെ സാലി എന്ന് പറയുന്ന അറിയില്ല. അപ്പോൾ ജിം, എൻ്റെ കൂടെ ജിം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നാണ്.
ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവണത്. എനിക്ക് അതിനെപ്പറ്റി വലിയ രീതിയിൽ പറയാൻ അറിയില്ല, എനിക്ക് അത്ര ഇമോഷൻ ആവും ഞാൻ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും മലപ്പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഡ്യൂട്ടി ഇവിടെ തന്നെ ചെയ്യുന്നതിനുള്ള റീസൺ അതാണ്. ഭാവിയിൽ ഇവിടെ തന്നെ തുടർന്ന് പോകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തില്ല. ഇവിടെയുള്ള കമറുമായാലും നൗഷാദിക്കായാലും എന്നെ ഒരുപാട് പ്രോഗ്രാംസിൽ കൊണ്ടുപോവുകയും എല്ലാത്തിനും എന്നെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്ക് സംസാരിക്കേണ്ട പ്രോഗ്രാം കാണാനുണ്ട്. എല്ലാവിധ നന്മകളും ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ കനി എന്ന കൂട്ടായ്മ ഇനിയും നിങ്ങളുടെ തലമുറകളിലേക്ക് തന്നെ അത് കൈമാറി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. ഇത് സ്റ്റോപ്പാവില്ല. പിന്നെ 2 കാര്യം കൂടി പറയാനുണ്ട്. ഒന്ന്, നമ്മൾ ജിൻഡോ പറഞ്ഞ പോലെ ഫിറ്റ്നസ്, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യമാണ്. അപ്പോൾ ഈ ഇരിക്കണ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 25 കഴിയുമ്പോൾ മുട്ടുവേദന ഉണ്ടെങ്കിൽ നമ്മൾ വയസ്സായി തുടങ്ങി എന്നാണ് അതിനർത്ഥം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. മാക്സിമം 1 മണിക്കൂർ, ഈ പ്രത്യേകിച്ച് ഞാൻ ലേഡീസിനെയാണ് പറയണത്, മാക്സിമം 1 മണിക്കൂർ നമ്മളെ വീടിന് ചുറ്റുമായാലും തന്നെ നല്ല കൈ വീശി നമ്മളെ വിയർക്കണ രീതിയിൽ നടക്കുക. എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് 10 വർഷം കുറച്ച് ചെറുപ്പമായിട്ടും ആരോഗ്യമായിട്ട് ഇരിക്കും. അത് തന്നെയാണ് നമ്മളെ സമ്പാദ്യവും. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. നല്ല ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. നല്ല ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസ് ഫുഡല്ല, ക്വാളിറ്റിയുള്ള നല്ല വെജിറ്റബിൾസ്, ഫിഷ്, അങ്ങനെയുള്ള കൂടുതൽ മന്തി അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ച് നല്ല ഫുഡ് കഴിച്ച് ഹെൽത്തായിട്ട് ഇരിക്കുക. നമ്മളെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മളെ മൈൻഡ് അതിലും ഭയങ്കര ഓക്കെയാണ്. അപ്പം ഞാനിപ്പോൾ എല്ലാവരും നോക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ഭയങ്കര പോസിറ്റീവായി നടക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എനിക്കെല്ലാം എന്ന് വെച്ചാൽ എൻ്റെ മകൾക്കൊരു അസുഖമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് തവണ ഹോസ്പിറ്റലും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിലും എൻ്റെ സന്തോഷം, എൻ്റെ മനസ്സിനുണ്ടാവുന്ന സന്തോഷം മറ്റുള്ളവർക്ക് കൂടെ പകർന്ന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം ജോലി തിരക്കിനിടയിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം. അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും സ്നേഹത്തോടെ, ഈ മലപ്പുറത്തുകാർ എന്നും ഇതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തന്നെ മുന്നോട്ട് പോകണം. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു മിസ്റ്റർ സബൂറ.